ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെർമിസെല്ലി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മിക്സറിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഞാനിതേപോലെ കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ കൈവച്ച് നല്ല പോലെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു പാനിൽ 2 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ. നമുക്ക് നമ്മുടെ സേമിയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. കുറച്ച് കുരുമുളക്, നമുക്ക് 1/4 ടീസ്പൂണ് നല്ല ജീരകം, ചെറിയ കഷ്ണം ചുക്ക് ഞാനൊന്ന് ഇതേപോലെ അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കും. മുളക് പൊടി 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര, 1/4 ടീസ്പൂണ് ഉപ്പ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. മിക്സറിലൊക്കെ എല്ലാവരും ബ്ലാക്ക് സോൾട്ടാണ് ചേർത്ത് കൊടുക്കാറ്. ആയിട്ട് പൊടിച്ചെടുക്കുക. അതാ നമ്മളിവിടെ നല്ല പോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ചുക്കിൻ്റെ ചെറിയൊരു നാര് പോലെ നമുക്കിതിൽ കാണാൻ കഴിയും. അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 1 കപ്പ് സേമിയത്തിലേക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരു 80% നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഒന്ന് വാർത്ത് പച്ചവെള്ളത്തിൽ നമുക്കിതൊന്ന് നല്ല പോലെ ഇതിൻ്റെ പശ ഒന്ന് കളയാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കാം. അതാ നമ്മുടെ സേമിയം ഞാൻ നല്ല പോലെ വെള്ളം വാർത്തെടുത്തിട്ട് പച്ചവെള്ളത്തിൽ നമ്മളൊന്ന് കണ്ടില്ലേ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് ആട്ട. നിങ്ങൾക്ക് ആട്ടപ്പൊടി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആറാറൂട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ വാർത്ത് വെച്ച സേമിയ നമ്മുടെ പൊടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. കൈ വെച്ച് നമ്മുടെ സേമിയത്തിൻ്റെ മീതൊക്കെ അങ്ങ് ഇതേപോലെ ആക്കിയെടുക്കും. നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയെടുക്കുമ്പോൾ ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1/4 കപ്പ് വറുത്ത അരിപ്പൊടി നമ്മളിത് ഇതേപോലെ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള പൊടി നമുക്ക് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കിയെടുക്കുമ്പോൾ ഇതങ്ങ് കരിഞ്ഞു പോകും. സ്ട്രെയിനറിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കാം. എണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങാ കൊത്ത്, ഒരുപാട് ബ്രൗൺ കളറായി വരണ്ട, അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഒരു പിടി പൊട്ടുകടല കോരി മാറ്റി, ഒരു പിടി മുന്തിരി, കപ്പലണ്ടി, എണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പില. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് 2 ബാച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. റെഡിയാക്കാം. അപ്പോൾ അതാ നമ്മുടെ സേമിയം നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ചാലും അത് ഒന്നും കൂടെ ഒന്ന് ക്രിസ്പിയായി വന്നോളൂ. നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ മാറ്റാം. ഇനി
നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സറിനുള്ള എല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത നമ്മുടെ മസാല ഫ്ലേവറിലുള്ള പൊടി കുറേശ്ശെ ഇട്ട് 2 കൈ വെച്ച് നമുക്ക് തോന്നുന്നു മിക്സ് ചെയ്തെടുക്കാം. ാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതേപോലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പലർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ